നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എഡിറ്റോറിയൽ പേജിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ പുകഴ്ത്തിയ ഒരു എഴുത്ത്. ആരിഫ് ഖാൻ അല്ല, ആർലേക്കറാണ് ശരിക്കുള്ള ഗവർണറെന്ന്. ഒന്ന് സോപ്പിട്ട് പതപ്പിച്ച് ആർലേക്കറെ മെരുക്കാമെന്നുള്ള സ്വപ്നം കാണുകയാണ് പാർട്ടി സെക്രട്ടറി. നയപ്രഖ്യാപനം മുഴുവൻ ഒരു വരി വിടാതെ വായിച്ച ഗവർണർക്കിരിക്കട്ടെ ഒരു കുതിരപ്പവനെന്ന് ഗോവിന്ദന്റെ തുള്ളിച്ചാട്ടം. മുൻപ് ആരിഫ് ഖാനെ തെറി വിളിക്കാനായി ഒരു കോളം മാറ്റിവെച്ചിരുന്ന ദേശാഭിമാനിയാണ് ഇപ്പോൾ പുതിയ ഗവർണറെ പുകഴ്ത്താൻ എഡിറ്റോറിയൽ പേജ് തന്നെ മാറ്റിവെച്ചത്. ഗവർണറുമായി പോരിന് നിൽക്കുന്നത് നല്ലതിനല്ല എന്ന് സർക്കാരിനും പാർട്ടിക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആർലേക്കർ ആണ് കേരള ഗവർണറെന്ന് വ്യക്തമായപ്പോൾ മൂപ്പരുടെ ചരിത്രം CPM ഒന്ന് ചികഞ്ഞായിരുന്നു. സർവകലാശാലയിൽ മുടയിറക്കിയാൽ, പാർട്ടി ആപ്പീസ് കെട്ടാൻ ചെന്നാൽ, അണ്ണന്റെ ജോലിക്ക് തടസ്സം നിന്നാൽ ആള് ടെററാകും. അതാണ് ആർലേക്കർ. സമാധാനമാണെങ്കിൽ സമാധാനം, മുടയാണെങ്കിൽ കട്ട മുട. അതുതന്നെയാണ് ആർലേക്കർ എന്ന് CPMന് ബോധ്യപ്പെട്ടായിരുന്നു. ആരിഫ് ഖാൻ മൂർഖനാണെങ്കിൽ ആർലേക്കർ രാജവെമ്പാലയാണെന്ന് അന്ന് CPM വ്യക്തമായി മനസ്സിലായി. ഇതോടെ നിന്ന നിൽപ്പിൽ സർക്കാരും പാർട്ടിയും പ്ലേറ്റ് മാറ്റി. രാജ്ഭവനുമായി സമാധാനം മതി, തൊട്ടു പിന്നാലെ വെള്ളക്കൊടി ഉയർത്തി. പിന്നെ എന്തെല്ലാം പ്രഹസനങ്ങളാണ് കേരളം കണ്ടത്. സഭയിൽ നയപ്രഖ്യാപനം വായിക്കാൻ വന്ന ആർലേക്കറെ സ്വീകരിക്കുന്നു, ഇരുത്തുന്നു, പിണറായി കൈകൂപ്പുന്നു, കുശലം പറയുന്നു, സ്നേഹപ്രകടനങ്ങൾ. ഇത് കണ്ട് മലയാളിയുടെ കണ്ണു തള്ളി. ഷടാ, ശരിക്കും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇതുവരെ. സംഘി ഗവർണർ, പാൻപരാഗ് ഗവർണർ, യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ, ഇതൊക്കെ ആയിരുന്നില്ലേ കേരളം കണ്ടുകൊണ്ടിരുന്നത്? പെട്ടെന്ന് എന്താണ് ഒരു മാറ്റമെന്ന് ദേ ഇപ്പോൾ കെട്ടിപ്പിടിക്കുന്നു, മുത്തം കൊടുക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ആരിഫ് ഖാൻ ആദ്യം വന്നപ്പോഴും ഇതേ സ്നേഹപ്രകടനങ്ങളായിരുന്നു. പിന്നീടാണ് യുദ്ധം തുടങ്ങിയത്. ഗവർണർ കസേരയിലാണെങ്കിലും ആർലേക്കറും രാഷ്ട്രീയക്കാരനാണ്. ഭരണഘടനാ പദവിയിലാണ് ഇരിക്കുന്നതെന്ന് മറന്ന് ആർലേക്കർ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയാൽ CPM പെട്ടുപോകും. അത്തരം പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കാനാണ് പാർട്ടി ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുന്നത്. ഈ സമാധാനം താൽക്കാലികമാണോ അതോ നിരന്തരം ആണോ എന്നത് CPMന്റെയും സർക്കാരിന്റെയും കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. എന്തായാലും ആർലേക്കറെ സ്നേഹിച്ച് ശ്വാസം മുട്ടിച്ച് വീർപ്പ് മുട്ടിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അതുകൊണ്ട് ഒരു വലിയ എഴുത്താണ് ഗോവിന്ദൻ ദേശാഭിമാനിയിൽ കുറിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യം വെക്കുന്ന നവകേരള നിർമ്മാണത്തിൽ ഊന്നൽ നൽകിയുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ് 17-ന് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വായിച്ചത്. മുൻ ഗവർണർ ആരിഫ് ഖാനിൽ നിന്നും വ്യത്യസ്തമായി സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം മുഴുവനായി വായിക്കാൻ പുതിയ ഗവർണർ തയ്യാറായി. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമുണ്ടെങ്കിലും ഇതിന്റെ പേരിൽ ഭരണഘടനാ ചുമതല നിർവഹിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഗവർണർ തയ്യാറായില്ല എന്നത് സ്വാഗതാർഹമാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും ഗവർണറുടെ ഭാഗത്തു നിന്നും സമാനമായ സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബീഹാറിലേക്ക് സ്ഥലം മാറിപ്പോയ മുൻ ഗവർണർ കഴിഞ്ഞ വർഷം പോലും 1.5 മിനിറ്റ് മാത്രം വായിച്ച് നയപ്രഖ്യാപനത്തിന്റെ ശോഭ കെടുത്താൻ ശ്രമിച്ച കാര്യം പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതല്ല. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം 2 മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ ഗവർണർ ആർലേക്കർ വരച്ചിട്ടത് പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കി വരുന്ന നവകേരള നിർമ്മാണത്തിന്റെ പുരോഗതിയാണ്. തുടങ്ങി ഗവർണറെ പുകഴ്ത്തി ഗോവിന്ദന്റെ എഴുത്ത്. അത് വള്ളിപുള്ളി വിടാതെ അച്ചടിച്ച് ദേശാഭിമാനിയും. പക്ഷേ ഗോവിന്ദൻ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു നയപ്രഖ്യാപന പ്രസംഗമെങ്കിലും അത് മുഴുവൻ വായിക്കാൻ, തന്റെ പദവിയുടെ മാന്യത കാണിക്കാൻ ആർലേക്കർ തയ്യാറായി എന്നത്. അത്ര വലിയ വിമർശനമൊന്നും കേന്ദ്ര സർക്കാരിനെതിരെ പ്രത്യക്ഷത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ പരോക്ഷമായ ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അത് ഗവർണർ വായിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇവിടെ CPM പൊള്ളി നിന്നത് വയനാടിന് കേന്ദ്ര സർക്കാർ സഹായം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ. അതിന്റെ പേരിൽ ഇവിടെ എന്തെല്ലാം പ്രതിഷേധങ്ങളും വിമർശനങ്ങളും, കേന്ദ്ര സർക്കാരിനോട് പോയി പണി നോക്ക്, കേന്ദ്ര സർക്കാരിന്റെ തറവാട്ട് വകയൊന്നും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ CPM വലിയ ബഹളമായിരുന്നു. പക്ഷേ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വയനാടിനെ കുറിച്ച് ഒരു വരി പോലും ഉണ്ടായിരുന്നില്ല. കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ വിമർശനം ആർലേക്കറെ കൊണ്ട് ഞങ്ങൾ വായിപ്പിച്ചു എന്ന് തെളിയിക്കാനായിരുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം നയപ്രഖ്യാപനത്തിൽ എഴുതി ചേർക്കേണ്ടിയിരുന്നത് വയനാടിനെ തഴഞ്ഞു എന്നതായിരുന്നു. പക്ഷെ അതൊന്നും എഴുതാതെ പ്രധാനപ്പെട്ട
കേന്ദ്രത്തെ വിമർശിക്കുന്ന പോയിന്റുകൾ ഒന്നും എഴുതാതെ തട്ടിമുട്ടിയൊക്കെ ഒരു നയപ്രഖ്യാപനം എഴുതി കൊടുക്കുകയായിരുന്നു ആർലേക്കർക്ക് വായിക്കാൻ. പക്ഷേ ആരിഫ് ഖാൻ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെയല്ല. ആരിഫ് ഖാന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിക്കാൻ കേന്ദ്ര സർക്കാരിനെ നേരിട്ടടിക്കുന്ന പല വിമർശനങ്ങളുമായിരുന്നു എഴുതി തയ്യാറാക്കി കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആരിഫ് ഖാൻ ഒരു മിനിറ്റൊക്കെ പ്രസംഗം വായിച്ച് മതിയാക്കി ഇറങ്ങിപ്പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായതും. എന്തായാലും ഇപ്പോൾ ആർലേക്കറെ പിണക്കാൻ CPM-ഉം സർക്കാരും തയ്യാറല്ല എന്നുള്ളത് ഇതോടുകൂടി തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ആരിഫ് ഖാനെ പോലെ അല്ല ആർലേക്കർ ഉടുമ്പാണ്, പിടിച്ചാൽ പിടിവിടില്ല. അതറിയാവുന്നത് കൊണ്ട് തന്നെ ഒന്ന് മയപ്പെട്ടാണ് CPM-ഉം നിൽക്കുന്നത്. ഇവിടെ ആരിഫ് ഖാനോട് ഏറ്റവും വലിയ യുദ്ധം നടത്തിയത് സർക്കാരല്ലല്ലോ, CPM ആയിരുന്നില്ലേ? SFIയെയും DYFIയെയും ഒക്കെ ഇറക്കി തെരുവിൽ പോലും ഗവർണറെ ആരിഫ് മുഹമ്മദ് ഖാനെ തടയുന്ന സമീപനമായിരുന്നു CPM നടത്തിയത്. പക്ഷേ ആർലേക്കറോട് അതിനൊന്നും തയ്യാറല്ല എന്ന് വ്യക്തമായി പറഞ്ഞു വയ്ക്കുകയാണ് CPM.